പാലക്കാടൻ ജില്ലയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങളും പൂരക്കാഴ്ചകളും മാത്രമല്ല, ഇവിടുത്തെ ഇല്ലങ്ങളും കോവിലകങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടും. പ്രത്യേകിച്ച് നല്ല നമ്പൂതിരി ഇല്ലങ്ങൾ. ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും നല്ല നമ്പൂതിരി ഫാമിലീസ്, വളരെ യാഥാസ്ഥിതികരായ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പാലിച്ചു പോകുന്ന നമ്പൂതിരി ഇല്ലങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്. എന്തൊരു ഭംഗിയുള്ളൊരു മനയാണിത്, കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ അറിയാലോ അതിൻ്റെ ഒരു പ്രൗഢി. പഴമയുണ്ട്, പക്ഷേ പഴമയിലുള്ളൊരു പ്രൗഢി അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ആ പൂമുഖത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ സൈഡിലൊരു 2 നിലയുള്ളൊരു ബിൽഡിങ് കാണാൻ സാധിക്കും. ഇത് ശരിക്കും അവരുടെ കാര്യസ്ഥന്മാരും മറ്റു ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഏതാണ്ട് ഒരു ഔട്ട് ഹൗസ് പോലെയുള്ള സ്ഥലമാണ്. അതിന് തന്നെ ഇത്രയും ഒരു വലിപ്പവും ഇതുമൊക്കെ. അപ്പോൾ ഉള്ളിലെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് കാണുമ്പോൾ തന്നെ അറിയില്ലേ. അപ്പോൾ ഇതാണ് ചാത്തന്നൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തെ ഒഴുകൽ മന. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, വളരെ പഴക്കം ചെന്ന ഒരു മനയാണ്. 1000 വർഷത്തിലേറെ പഴക്കമുണ്ടാകും. തടിയും പിന്നെന്താ വെട്ടുകല്ലും പിന്നെ ഓടും എല്ലാം കൂടി പാകിയത് 3 നിലയുള്ളൊരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കല്ലുകൾക്കിടയിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് തന്നെ വളരെ വ്യത്യസ്തമാണ്. കുമ്മായം, പിന്നെ അതിൻ്റെ കൂടെ കടും ശർക്കര, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ കല്ലുകൾ തമ്മിൽ പാകിയിരിക്കുന്നത്, ഇങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്തി. ഇതിപ്പോൾ ഞാൻ പിൻവാതിലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. പിൻവാതിലൊക്കെ തന്നെ കണ്ടില്ലേ, എല്ലാ വാതിലും ആ പഴയ തടിയിലെ വാതിൽ കണ്ടില്ലേ, വെട്ടുകല്ല്, മച്ച്. രസകരമാണ്. അടുക്കളയിൽ നിന്നും വെള്ളം കോരാനായിട്ടത് കിണറിലേക്ക് ഡയറക്റ്റായിട്ട് കണ്ടില്ലേ, കപ്പിയും തൊട്ടിയൊക്കെ ആയിട്ട് വലിയൊരു കിണറുണ്ട് ഇവിടെ. എനിക്ക് ഈ മനയുടെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. കാര്യം ഇതൊക്കെ നമുക്ക് കാണാൻ കിട്ടാത്ത കാഴ്ചകൾ പോലെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച. പിന്നെ ഈ ഒരു വലിയ മനയുടെ ബാക്കിലോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കുളിക്കടവ് ഉണ്ടാകും. ഇങ്ങനെയുള്ള കുറേ തൊട്ടിപ്പുറത്ത് തന്നെ കുളിക്കടവും ഉണ്ട്. കുളിക്കടവിൽ എത്തി. ഇത് ഒരു വ്യത്യസ്തമായ അനുഭവം. കണ്ടില്ലേ, നമ്മുടെ ആ പഴയ ഇല്ലത്തൊക്കെ പോയി ഞാൻ ആ കോവിലകത്തുനിന്ന് ഇങ്ങനെ നടന്ന് അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇവിടുത്തെ നമ്പൂതിരി സ്ത്രീകളും നമ്പൂതിരിമാരെല്ലാം ആ വീട്ടിലെ ആൾക്കാർ വന്ന് രാവിലെ കുളിക്കുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, കുളിക്കാൻ പറ്റിയ വെള്ളം. ഇതാ നമ്മുടെ മനയുടെ ഫ്രണ്ട് പോർഷൻ. കണ്ടില്ലേ, എന്ത് മനോഹരമായൊരു വാതിലാണ്. വർഷങ്ങൾ പഴക്കമുള്ള ഈ വാതിലൊന്നും ഇപ്പോഴും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്ര കെട്ടുറപ്പുള്ള കെട്ടുകളും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഈ ആളില്ലാത്ത മനയുടെ ഫ്രണ്ടിലെ തിട്ടയിൽ ഇതെല്ലാം തടിയാണ്. ഞാൻ ഈ തൂണും ചാരി ഇങ്ങനെ ഇരിക്കുവാണ്, ഇതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച്. ഇവിടെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, സമയം പോകുന്നത് അറിയില്ല. ശരിക്കും വളരെ എന്ത് പറയേണ്ട ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമുക്ക് വളരെ സമാധാനപരമായി മനസ്സിനൊക്കെ നല്ലൊരു സുഖമാണ്. വേറെ ഒന്നുമില്ലല്ലോ, ഇതൊരു നല്ല ഗ്രാമപ്രദേശം. ഇവിടെ ഇങ്ങനെ ഒരു നല്ല ഷെയ്ഡി ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു മല, അതിൻ്റെ തൊട്ട് മുന്നിൽ ഞാനുമുണ്ട്. ഈ മന ഏകദേശം ഒരു 80 കൊല്ലം പഴക്കമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു മാറ്റത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇച്ചിരി കൂടെ ഹൈറ്റിലും ഒക്കെ 3 നില. പക്ഷേ ഇതിനേക്കാട്ടിലും പഴക്കം ചെന്ന മനകളുണ്ട്. അത് കുറച്ചുകൂടി ഒരു ടിപ്പിക്കൽ സ്റ്റൈലാണ്. പറ്റുമെങ്കിൽ അങ്ങനെ ഒരു മനയും നമുക്ക് കാണാം. പക്ഷേ ഇപ്പോൾ ഈ മനയുടെ അകത്തെ വിശേഷങ്ങളെല്ലാം ഒന്നറിയാം. ഇതൊരു ജോയിൻറ്റ് ഫാമിലിയാണ് അല്ലേ? ഇദ്ദേഹമാണ് ശ്രീ നാരായണൻ നമ്പൂതിരി, പൂമുള്ളി മനയിലെ. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് നമ്മൾ 6-ാം തമ്പുരാൻ എന്ന് പറയുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ല, 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടിട്ടുള്ളവർക്കെല്ലാം ആ ഒരു ക്യാരക്ടറൈസേഷൻ നടന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു ചെറിയ ഒരു രീതിയിലാണ് അല്ലേ? 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ആയിരിക്കാം. 6-ാം തമ്പുരാൻ്റെ മകനാണ് ഇദ്ദേഹം. അപ്പോൾ അതും ഒരു മഹാഭാഗ്യം. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് പൂമുള്ളി മന അല്ലേ? ഇതിനോട് അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പൂമുള്ളി തറവാട്, പൂമുള്ളി മന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 6-ാം തമ്പുരാൻ്റെ മനയാണ്. ഈ കാണുന്നതെല്ലാം തന്നെ പൂമുള്ളി മനയുടെ ഭാഗങ്ങളാണ്. അതിൻ്റെ ഇപ്പോൾ ഒരു ഭാഗം ഇതൊരു 3 നിലയുള്ള ഈ ഒരു പഴയ കെട്ട്, ഇതിവിടുത്തെ ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ്. ഇവിടെ വളരെ പ്രശസ്തരായ
നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ആൾക്കാർ, രജനീകാന്ത്, ശ്രീ മോഹൻലാൽ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ചികിത്സ തേടി ഇവിടെ വരാറുണ്ടെന്നാണ് പറയുന്നത്. എന്താ പറയുക, കൊട്ടാരം പോലെ തന്നെ ഇരിക്കുന്നു പൂമ്പുള്ളി മനയുടെ ഭാഗം. ഇതിനോടനുബന്ധിച്ച് തന്നെ കളരിയുണ്ട്. അപ്പോൾ ഈ ഭാഗം പെരിങ്ങോടെല്ലാം കളരിയുടെ കാര്യത്തിൽ വളരെ പ്രശസ്തമാണ്. തടിയുടെ ഗോവേണിയെല്ലാം കയറി അടുത്ത ഫ്ലോറിലെത്തി, സെക്കൻഡ് ഫ്ലോർ. അപ്പോൾ ഇതൊക്കെ പഴയ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഇത് ഭംഗിയല്ലേ. കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള കൊറിഡോറാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു പൂമുഖം പോലെ തന്നെയാണ്. ബാൽക്കണി, മുറ്റവും മറ്റ് ചുറ്റുമുള്ള ആ കെട്ടിടങ്ങളും എല്ലാം കാണാൻ സാധിക്കും. മച്ചൊക്കെ നല്ല തടി, തറയെല്ലാം ആ പഴയ ഒരു തറ പോളിഷായിട്ട് കിടക്കും, നല്ല പോളിഷ്ഡ് തറ. അന്നത്തെ തറയും അന്നത്തെ തടി ഉണ്ടല്ലോ. തമ്പുരാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മോഹൻലാലിൻ്റെ ആ ഒരു കഥാപാത്രമാണ്. പക്ഷേ ശരിക്കും ജീവിച്ചിരുന്ന ഒരു ആറാം തമ്പുരാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂമുള്ളി മനയും പരിസരവുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് വലിയൊരു പണ്ഡിതനും സംസ്കൃതത്തിൽ പ്രാവീണ്യമുള്ള ആൾ, പിന്നെ ആയുർവേദ ചികിത്സാവിധികൾ അറിയുന്ന ആൾ, ഒരുപാട് വലിയൊരു കലാസ്നേഹി. പിന്നെ പറയാനാണെങ്കിൽ ആനയുടെ കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ അറിയുന്ന, ആനയെ വാങ്ങുന്ന ആൾക്കാർ പോലും അദ്ദേഹത്തോട് വന്ന് കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ആന ചികിത്സ, മറ്റ് കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം പാണ്ഡിത്യമുള്ള ഒരാൾ. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു നമ്പൂതിരിയായിരുന്നു അദ്ദേഹം. ഈ ഭാഗത്ത് കാവായിരുന്നു എന്ന് പറയുന്നു. കാവിൻ്റെ ആ ഉൾഭാഗം, നടുക്കുള്ള ഭാഗം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചുറ്റുമുള്ള മരങ്ങളൊക്കെ പോയെന്നേ ഉള്ളൂ. പിന്നെ പണ്ടിവിടെ 7 ആന വന്ന് ഇങ്ങനെ നിരന്ന് നിൽക്കുമെന്നും ഇവിടെ എല്ലാ ആൾക്കാരും നിന്ന് കാണും. പിന്നെ പഞ്ചവാദ്യവും മറ്റു കാര്യങ്ങളും, അവിടെ ക്ഷേത്രം, ആ ഒരു പീരീഡ് ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ അന്ന് തന്നെ ഇപ്പോൾ ആറാം തമ്പുരാൻ്റെ കാലത്തൊക്കെ അന്നിവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ക്രൂഡ് ഓയിലൊക്കെ വെച്ചിട്ട് ഇവിടെ ജനറേറ്ററൊക്കെ ഘടിപ്പിച്ചിട്ട് അതിനുള്ള സംവിധാനങ്ങൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു.